ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയാണ് ഇതൊന്നും കഥയല്ല, ഇതൊന്നും ഐതിഹ്യമല്ല, ഇതൊന്നും സങ്കല്പമല്ല, വിമാനം കണ്ടുപിടിച്ചത് രാവണൻ തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും. ശുഗൻ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് ഭാഗവതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ്: കഥായിമാസ്തെ കഥിത മഹീയസാം വിധായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർന തൂ പരമാർത്ഥ്യം. എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞതെല്ലാം, ഈ 7 ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭവം എന്നാണ്, നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പുസ്തക വായന പോലെയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്. അതാണ് അടുത്ത വരി. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്, വെറും വാഗ്വിലാസങ്ങൾ മാത്രം. ഇതാണ് പറയുന്നത്, മനസ്സിലായി? ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ്. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയാണ് ഇതൊന്നും കഥയല്ല, ഇതൊന്നും ഐതിഹ്യമല്ല, ഇതൊന്നും സങ്കല്പമല്ല, വിമാനം കണ്ടുപിടിച്ചത് രാവണൻ തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും. അതാണ്, ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമോ മിത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ലോകം നമ്മളെ പുച്ഛിക്കും. ഇരുളടഞ്ഞ ഒരു ഇടമാണല്ലോ ഇന്ത്യ എന്ന് നമ്മളെ അവഹേളിക്കും. അപ്പോൾ അതുകൊണ്ട് ആഴത്തിലും വായിക്കാം, പരപ്പിലും വായിക്കാം, എൻ്റെ അഭിപ്രായം.